ഹായ് ഗൈസ്, ഈ ടോപ്പ് ഞാൻ 15 രൂപ നൂലുകൊണ്ട് ചെയ്താണ്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. എൻ്റെ വീഡിയോസ് ആദ്യം തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, ഇത് ഞാൻ ചെയ്തും അഴിച്ചൊക്കെ വെച്ച സാധനങ്ങളാണ്. ഈ ത്രെഡ് കൊണ്ടാണ് ഞാനിപ്പോൾ ടോപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഹുക്ക് സൈസൊന്നും എനിക്ക് ഓർമ്മയില്ല, ഞാൻ 4.5 mm ഹുക്കാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ രണ്ടായി മടക്കി അതിൻ്റെ അകത്തൂടെ എടുത്ത് സ്ലിപ്പ് നോട്ട് ഇടുക. ഇനി ചെയിൻ നമുക്ക് എത്രത്തോളം ലെങ്ത്ത് വേണോ അത്രത്തോളം ചെയിൻ ചെയ്തെടുക്കുക. ഞാനിവിടെ ഏകദേശം ഒരു 150 ചെയിൻ ചെയ്തിട്ടുണ്ട്. ചെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും 3ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഗ്രാനി സ്റ്റിച്ച് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളൊരു നമ്പറിൽ വേണം എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത്തിലാണ് ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് റോ തുടങ്ങാം. ഫസ്റ്റ് റോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് നിർത്തി അവിടെ നിന്നും ഒരു 6 ചെയിൻ ചെയ്യുക. ഈ 6 ചെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്ത് നിർത്തിയ സ്റ്റിച്ചില്ലേ, നമ്മൾ ആ 3ൻ്റെ മൾട്ടിപ്പിളായിട്ട് ചെയ്ത് നിർത്തിയ ആ സ്റ്റിച്ചിലേക്കും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. യാണ് ഹുക്കിൽ ഒരു തവണ ചുറ്റിയിട്ട് ആ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ എടുത്ത്, ഇപ്പോൾ ഹുക്കിൽ 3 ചുറ്റ് ത്രെഡ് ഉണ്ടായിരിക്കും. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ഒന്നിൻ്റെ അകത്തൂടെ ആദ്യം എടുക്കുക. ഇപ്പോഴും 3 ഉണ്ടാവും. ഇനി യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. വീണ്ടും ഒന്നുകൂടെ യാൺ ഓവർ ചെയ്തിട്ട് ബാക്കി 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. ഇങ്ങനെ 3 സ്റ്റിച്ച് ഈ ഒരൊറ്റ സ്റ്റിച്ചിൽ തന്നെ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു സ്റ്റിച്ച് ചെയ്തില്ലേ, ആ ചെയിനിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യ വേണം ചെയ്യാൻ. ഇപ്പോൾ ഒന്ന് ചെയ്തു, ഇനി 2 എണ്ണം കൂടെ ചെയ്യുക. മൂന്ന് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ചെയിൻ ചെയ്യുക. ഇനി 2 ചെയിൻ നമ്മൾ സ്കിപ്പ് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്ത ചെയിനിൻ്റെ തൊട്ടടുത്തുള്ള 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് 3ാമത്തെ ചെയിനിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. ഒരു ചെയിനിൽ 3 ഡബിൾ ക്രോഷ്യ, എന്നിട്ട് ഒരു ചെയിൻ, പിന്നെ താഴെ 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ ചെയിനിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ. ഈ രീതിക്കാണ് നമ്മുടെ ഫസ്റ്റ് റോയുടെ പാറ്റേൺ വരുന്നത്. കണ്ടോ, ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഓരോ 3 ഡബിൾ ക്രോഷ്യയുടെ ഇടയ്ക്ക് ഒരു വലിയ ഗ്യാപ്പ് കിട്ടും. ഡബിൾ ക്രോഷ്യ കഴിഞ്ഞ് ഒരു ചെയിൻ ചെയ്യുക, 2 ചെയിൻ സ്കിപ്പ് ചെയ്യുക, 3ാമത്തെ ചെയിനിലേക്ക് വീണ്ടും 3 ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ ഒരു പാറ്റേണിൽ നമ്മൾ എത്ര ചെയിൻ ചെയ്തോ അത്രയും ചെയിനിൽ സ്റ്റിച്ച് ചെയ്ത് വെക്കുക. ഈ സ്റ്റിച്ചിൻ്റെ പേര് ഗ്രാനി സ്റ്റിച്ച് എന്നാണ്. ഫസ്റ്റ് റോ മാത്രമാണ് ഇങ്ങനെ സ്റ്റിച്ച് കൗണ്ട് ചെയ്ത് ചെയ്യാനുള്ളത്, ബാക്കിയൊക്കെ സിമ്പിളായിട്ട് ചെയ്യാം. ഇതിങ്ങനെ ആയിരിക്കും നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക. 3 ഡബിൾ ക്രോഷ്യയുടെ ഇടയ്ക്ക് ഒരു സ്പേസ് വരും. ഡബിൾ ക്രോഷ്യയുടെ അവിടെയും ചെറിയ സ്പേസ് വന്നിട്ടുണ്ട്. അത് ഹുക്ക് സൈസ് കറക്റ്റ് ഓർമ്മയില്ലാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. എനിക്ക് കറക്റ്റ് ഹുക്ക് സൈസ് അറിയുമെങ്കിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരില്ല. അതായത് ഈ 3 ഡബിൾ ക്രോഷ്യ ചെയ്ത ആ ചെയിനിൻ്റെ ഗ്യാപ്പ് വരില്ല, അല്ലാണ്ട് ഇടയ്ക്കുള്ള ഗ്യാപ്പ് എല്ലാവർക്കും വരും. അപ്പോൾ അങ്ങനെ ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ക്രോഷ്യ പഠിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ ഇതാ എൻ്റെ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെക്കൻഡ് റോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്കൊന്ന് തിരിച്ച് പിടിക്കുക. എന്നിട്ട് 6 ചെയിൻ ചെയ്യുക. ഇനി നമ്മൾ ആദ്യം ചെയ്ത റോയിൽ 3 ഡബിൾ ക്രോഷ്യയുടെ ഇടയ്ക്ക് വന്ന ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിലാണ് ഇനി 3 ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഈ ഗ്യാപ്പിൽ
ഈ ഡബിൾ ക്രോഷേകളുടെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പിൽ, ഡബിൾ ക്രോഷയുടെ താഴെയല്ല കേട്ടോ, സൈഡിൽ വരുന്ന ഈ ഗ്യാപ്പിലാണ് ഇനി 3 ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കേണ്ടത്. പാറ്റേൺ ഒക്കെ സെയിം തന്നെ. യാൺ ഹുക്കിലൊന്ന് ചുറ്റിയിട്ട് ഇതിൻ്റെ അകത്തൂടെ എടുത്ത് യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക, പിന്നെ യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ അകത്തൂടെ എടുക്കുക. അങ്ങനെ 3 തവണ ചെയ്യുക. ആ സെയിം ഗ്യാപ്പിൽ തന്നെ 3 തവണ ചെയ്യണം. കണ്ടോ? ഇനി അടുത്തതിലാണ് ചെയ്യേണ്ടത്. അതിന് മുമ്പ് ഒരു ചെയിൻ ചെയ്യണം. ആ ചെയിൻ ചെയ്തിട്ട് തൊട്ടടുത്തതിൽ വീണ്ടും 3 ഡബിൾ ക്രോഷേ. താഴെ ചെയ്ത അതേപോലെ തന്നെ 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ, 3 ഡബിൾ ക്രോഷേ, ഒരു ചെയിൻ എന്നുള്ള പാറ്റേണിൽ എല്ലാ ഗ്യാപ്പിലും ചെയ്തെടുക്കുക. ഇനി മൊത്തം നമ്മൾ ഈ പാറ്റേണിലാണ് ചെയ്യണത്. നമുക്ക് എത്രത്തോളം വീതി വേണോ ആ രീതിക്ക് ചെയ്തെടുക്കുക. എല്ലാ റോയും എൻഡ് ചെയ്ത് തൊട്ടടുത്ത റോ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ 6 ചെയിനാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ 6 ചെയിൻ ചെയ്യുക, എന്നിട്ട് ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. പിന്നെയും അടുത്ത കോർണറിൽ എത്തുമ്പോൾ 6 ചെയിൻ ചെയ്യുക, പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക. അങ്ങനെയാണ് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഞാനിപ്പോൾ ചെയ്ത പോലെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ മാത്രം ചെയ്ത് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സ്റ്റിച്ചിൻ്റെ നമ്പറൊക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടിയ പോലെ പണി കിട്ടും. ഞാനിവിടെ ഒരെണ്ണം ചെയ്ത് രണ്ടാമത്തെ ചെയ്തപ്പോഴേക്കും എനിക്കിത്തിരി ലെങ്ത്ത് കൂടുതലായിട്ട് വന്നു. പിന്നെ അത് മൊത്തം ആദ്യം അഴിച്ച് പണിയേണ്ടി വന്നു. അപ്പോൾ ആദ്യം ചെയ്യുന്ന ചെയിനിൻ്റെ കൗണ്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഹുക്കിൻ്റെ സൈസും എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഞാൻ പറഞ്ഞു തരുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുകൂടെ ഒന്ന് പറയണം കേട്ടോ. ഈ രീതിക്ക് പോയാൽ മതിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മനസ്സിലാവുകയാണെങ്കിലും മനസ്സിലായില്ലെങ്കിലും കമൻറ്റിൽ പറയണേ. ഞാനിപ്പോൾ ഇവിടെ 2 കളർ വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് ഒരു കളർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഞാൻ കീപ്പ് ചെയ്തിട്ടില്ല. ഒരെണ്ണം ഞാൻ എങ്ങനെയോ എനിക്ക് തോന്നിയ പോലെ ചെയ്തു. അപ്പോൾ രണ്ടാമത്തെയും സെയിം അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി നോക്കി. അത്രയും ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കളർ മാറ്റുന്നതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. ഞാനിത് നോട്ട് ഇട്ടിട്ടല്ല ചെയ്തത്, ചുമ്മാ ഇങ്ങനെ ജോയിൻ ചെയ്തേ. നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തി അവിടെ നിന്ന് ഇതായി വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പോൾ നമ്മൾ ഹുക്കിൽ ത്രെഡ് ഉണ്ടായിരിക്കില്ലേ, അതിൻ്റെ അകത്തൂടെ ഇതിങ്ങനെ ഒപ്പം പിടിച്ചിട്ട്, വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നേ, ഒരു ചെയിൻ ചെയ്യുന്ന പോലെ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ അകത്തൂടെ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ ആ ബ്ലാക്ക് ത്രെഡ് വലിച്ച് ടൈറ്റാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ടോപ്പ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഈ ത്രെഡുകളുടെ എൻഡൊക്കെ അതിൻ്റെ അകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വേറെ കളർ ആഡ് ചെയ്തതിന് ശേഷം ഒരു സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് കുറച്ച് ലെങ്ത്തിൽ നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വെച്ച് കണ്ടിന്യൂ ചെയ്യാം. നമ്മളിപ്പോൾ ആഡ് ചെയ്ത ത്രെഡിൻ്റെ ബാക്കി ഭാഗം നമുക്കിവിടെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അകത്തൂടെ ആദ്യം തന്നെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടി വരില്ല. ഞാൻ ഈ വീഡിയോയിൽ ചെയ്ത പോലെ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി എവിടെയെങ്കിലും എത്തണില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചൊക്കെ ചെയ്താൽ ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെ സ്ട്രെയിറ്റ് പിടിക്കുക, എന്നിട്ട് ആ സ്റ്റിച്ചിൻ്റെ അകത്ത് അതവിടെ ടൈറ്റായി ഇരുന്നോളൂ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ ഈ ഗ്രാനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെയിൻ ചെയ്യുന്നില്ലേ, 3 ഡബിൾ ക്രോഷേ കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ചെയ്യുന്നില്ലേ, ചില ആളുകൾക്ക് ഇത് ഒരേപോലെ ടൈറ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അങ്ങനെ ചെയ്ത് വരുമ്പോൾ ഒരു പാവാട പോലെ ഇങ്ങനെ അതിൻ്റെ ലെങ്ത്ത് ഇങ്ങനെ കൂടി വരുന്ന പോലെ തോന്നും. എനിക്ക് ആദ്യം ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പരിഹരിക്കാൻ വേണ്ടി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ആ ഡബിൾ ക്രോഷയുടെ ഇടയ്ക്കുള്ള ചെയിനില്ലേ, അത് സ്കിപ്പ് ചെയ്യാണ് ചെയ്തത്. ചില സ്ഥലത്ത് മൊത്തത്തിൽ ചെയ്യരുത്, ചില സ്ഥലത്ത് മാത്രം നമുക്കത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കറക്റ്റ് ഈ ലെങ്ത്തിൽ തന്നെ കിട്ടും, കൂടിയും കുറഞ്ഞൊന്നും പോവില്ല. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.
ഇതാ ഇപ്പം ഞാൻ 2 എണ്ണം ഒരേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ചുമ്മാ സ്ക്വയർ ആയിട്ടാണ് ചെയ്തത്. ഇനി ഇത് ജോയിൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ രീതിക്കൊരു ടോപ്പാണ് ഞാൻ ചെയ്യണത്. ഇതെൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് കുറച്ച് ചെറിയ സൈസാണ്. എൻ്റെ ത്രെഡ് കഴിഞ്ഞു, അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. ഇത്രയും ത്രെഡേ ഇനി ബാക്കിയുള്ളൂ. ഇനി ഇതിൻ്റെ സെൻറ്ററിലും സൈഡിലും നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. ത്രെഡ് ഈ കളർ ആയതുകൊണ്ടാണോ എന്തോ ചെറിയൊരു ക്ലിയർ കുറവുണ്ട്. അപ്പോൾ എന്തായാലും ജോയിൻ ചെയ്യാൻ കാണിക്കാം. ഇങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ പുതിയ ത്രെഡ് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കൂടെ കൂട്ടിപ്പിടിച്ചിട്ട് ചെയിൻ ചെയ്യുന്ന പോലെ ചെയ്തതിൻ്റെ അകത്തൂടെ ചെയ്യുക. എന്നിട്ടൊരു ചെയിൻ ചെയ്യുക, എങ്കിൽ അതവിടെ സെക്യൂർ ആയിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ത്രെഡ് തികയാത്തതുകൊണ്ടാണ് ഈ രീതിക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മിനിറ്റ് സ്കിപ്പ് ചെയ്തിട്ട് ബാക്കി കാണാം. ആ രീതിക്ക് ജോയിൻ ചെയ്താൽ മതി ത്രെഡ് കയ്യിലുണ്ടെങ്കിൽ. ഞാനിപ്പോൾ 6 ചെയിൻ ചെയ്തിട്ട് തൊട്ടടുത്ത ഗ്രാനി സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ, വീണ്ടും 6 ചെയിൻ, ഗ്രാനി സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ എന്നുള്ള രീതിക്കാണ് ചെയ്തെടുത്തത്. ഇതാ ഞാനിപ്പോൾ ഈ 2 പീസിലും ഈ രീതിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് നോർമൽ ത്രെഡ് ഉണ്ട്, നോർമലായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇവിടം തൊട്ടിട്ട് കണ്ടു നോക്കുക. ഇങ്ങനെ ജോയിൻ ചെയ്താൽ മതി. നോർമലായിട്ട് നമ്മളെ ഗ്രാനി സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ത്രെഡ് അതിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് 3 ചെയിൻ ചെയ്യുക. ഇനി തൊട്ടടുത്ത പീസ് എടുക്കുക, അതിൻ്റെ ഈ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക്. ഇതിപ്പോൾ ഞാൻ ഈ 6 ചെയിൻ ചെയ്തതിൻ്റെ അകത്തേക്കാണ്. നിങ്ങളല്ലാണ്ട് ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് ഗ്രാനി സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലേക്ക് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ ആ ഗ്യാപ്പിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക, 3 ചെയിൻ ചെയ്യുക. ഈ ഒരു പാറ്റേണിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ത്രെഡ് തികയാണ്ട് ചെയ്താണെങ്കിലും ഒരു അടിപൊളി പാറ്റേൺ ആയിട്ടാണ് എനിക്ക് കിട്ടിയത്. ഒരു മെഷ് ടോപ്പിൻ്റെ ഒക്കെ ഒരു പാറ്റേണിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നോർമലായിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്യാം. ഞാനിതിൻ്റെ സൈഡ് ജോയിൻ ചെയ്യുന്നത് നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന പോലെയാണ്. ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ത്രെഡ് അതിൽ ജോയിൻ ചെയ്തിട്ട് 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് സിംഗിൾ ക്രോഷേ ചെയ്യുക, 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഓപ്പോസിറ്റുള്ള പീസിൻ്റെ ഗ്രാനി സ്റ്റിച്ചിൻ്റെ ഗ്യാപ്പിലേക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുക, 3 ചെയിൻ ചെയ്യുക. എന്നിട്ട് ഇപ്പറേ മറ്റേ പീസിൻ്റെ അകത്തൂടെ ചെയ്യുക. ഈ രീതിക്ക് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക. ആം ഹോളിന് എത്രത്തോളം സ്പേസ് വേണോ അത്രയും സ്പേസ് വിട്ടിട്ട് ബോഡി പാർട്ട് ജോയിൻ ചെയ്യുക. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ നമ്മളൊരു നീഡിലെടുത്തിട്ട് ടോപ്പിൻ്റെ സ്റ്റിച്ചിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറ്റി ഇറക്കി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ത്രെഡ് ഇതിൻ്റെ അകത്തൂടെ എടുത്തിട്ട് ഞാനിത് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ രീതിക്ക് എല്ലാം ഇതിൻ്റെ അകത്തൂടെ ആക്കിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ടൈറ്റായിട്ട് ഇരുന്നോളും. പിന്നെ നമ്മുടെ ടോപ്പ് അഴിഞ്ഞു പോവില്ല. ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കണം. ഫുള്ള് നമുക്ക് കുറേ ഇൻറ്റ് ഉണ്ടായിരിക്കും, 2 കളറായതുകൊണ്ട്. അപ്പോൾ എല്ലാം ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക്. കണ്ടിട്ട് 15 രൂപയുടെ ത്രെഡാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ. അപ്പോൾ കൂടുതൽ ട്യൂട്ടോറിയൽസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.